ദുബായി കോഴി ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. ദുബായിൽ ഇയാൾക്ക് വേറെ ഭാര്യ മക്കളുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും ഇയാൾ ആരാ? പത്മേച്ചിയുടെ ബന്ധത്തുള്ളത് ബന്ധുവാന്നാ പറയുന്നത്. ഓ അങ്ങനെ. ശരി ശരി. ചേച്ചി കത്തിക്ക് മുറിച്ചാലാണ് കേട്ടോ, നോക്കണേ. അതേ കോഴി നോക്കുന്നുണ്ട് കേട്ടോ. ഒരു ഹൈ പറഞ്ഞേ. ഹൈ ലൈവ് ലൈവ്. ഇനി നമ്മൾ കലവറയിലേക്ക് അടക്കുകയാണ്. ഇവിടെ ധാരാളം സ്ത്രീകളുണ്ട്. പക്ഷേ കണ്ടുകിട്ടി കല്യാണ വീട്ടിൽ സുന്ദരക്കുട്ടിയെ കണ്ടുകിട്ടി. സൂസി എനിക്ക് മറു എന്റെ പേരെന്താ മനസ്സിലായി? നേരത്തെ മനസ്സിലായി. ഇതാണ് സൂസി. ഇപ്പഴാ ഇത് ആദ്യമൊക്കെ മാറി ഒരു കമായത്. എന്നതിലേക്ക് ഒന്ന് പറഞ്ഞു തന്നെ. ഞാൻ പറഞ്ഞ മതിയോ? കുറച്ച് മധുരമായ ശബ്ദമാണ് വേണത്, അതുകൊണ്ടാണ് പറഞ്ഞു. ഞാൻ സൂസിയുടെ ഭർത്താവ് സോളമൻ കെ.പി. തേച്ച് വെച്ചതാണല്ലോ. ഇതാരുടെ കോണാണ്? എന്റെ ഷഡ്ഡി ഇവിടെ പോയി. ലില്ലി പൂക്കളുള്ള വെള്ള ഫോറിൻ ഷഡ്ഡിയാ. എമിറേറ്റ്സ് മാളിൽ നിന്ന് മേടിച്ചതാ. ഈശ്വര, ഷഡ്ഡി പോലെ അടിച്ചു വരുന്ന കൺട്രീസ്. ഇതെന്റെ പാർട്ടി ഇടും. ഇതിനത് ഇടാൻ പോകുന്ന സൂക്ഷിക്കണമല്ലോ എല്ലാം. എന്ത് ചേട്ടാ? ഒന്നുമില്ല, ഒരു മിനിറ്റ്. ഞാനിങ്ങോട്ട് വരാൻ റെഡിയാവുമായിരുന്നു. ആണോ? സോളമൻ സാർ എന്തേ? ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയി. ഞാനിപ്പോ ഒറ്റയ്ക്കാ. അത് നന്നായി. ഈ ബാത്റൂമൊക്കെ ഇവിടെ എവിടെയാ? ബെഡ്റൂമിലാണ് ബാത്റൂം. ബെഡ്റൂം അതിനെന്താ, അതോട്ട് വരൂ, വാ. അങ്ങോട്ടേക്കാ. ഇന്നെന്താ ഡ്യൂട്ടി ഇല്ലേ? ഇന്നലെ നിന്റെ അപ്പന് സീരിയസ് ആന്ന് പറഞ്ഞിട്ട് SI ലീവ് തന്നില്ല. ഇന്ന് നിന്റെ അപ്പനോട് കൊന്നു. ആരെയത്? അതെ, അയ്യോ എനിക്കറിയില്ല. ചിലപ്പോൾ കള്ളപ്പണി കാണിക്കും. എനിക്കറിയില്ല. സത്യോടി ഞാൻ ചവിട്ടി പൊളിക്കൂട്ടാ. സൂസി,
ചേട്ടാ എവിടുത്താന്നാ തോന്നണത്? ദേ കണ്ടുപോരുത് ഇവിടെ കേട്ടോ. പറമ്പിൽ നിന്ന് കിട്ടിയാണ്. വരുന്നവരെ പോരും. ഞാനത് കഴിച്ചിട്ട് അങ്ങനെ തോന്നേ ഇപ്പൊ തന്നെ വന്നേ. ഇത് ഇങ്ങോട്ട് മാറ്റിയിടാം. അപ്പൊ ശരിയായില്ലേ? പിന്നെ ഫോട്ടോസ് എടുക്കുമ്പോൾ സാരി ഒന്നുകൂടെ ഒന്ന് കുത്തി. ഹലോ കിരൺ. അതെ എൻ്റെ ഈ സാരി ഒന്ന് താഴെ. ആ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്. ഓക്കെ ശരി. ചേച്ചി ഒന്ന് മാറിക്കേ. അതെ, പുരുഷനങ്കളുടെ വൈഫല്ലേ? അങ്കിളിനെ അറിയോ? ആ പിന്നെ അങ്കിള് നല്ല സ്മാർട്ട് അല്ലേ? അങ്കിൾ ഇന്നലെ ഫേസ്ബുക്കിൽ ലൈവ് ഒക്കെ വന്നിരുന്നല്ലോ. ആന്റി കണ്ടില്ലേ? ഇല്ല. കാണിക്കാലോ ഞാന്. ദാ നോക്കിക്കേ. ഇനി നമ്മൾ കലവറിലേക്ക് അടക്കുകയാണ്. ഇവിടെ ധാരാളം സ്ത്രീകളുണ്ട്. പക്ഷേ കണ്ടുകിട്ടി കല്യാണ വീട്ടിൽ സുന്ദരക്കുട്ടിയെ കണ്ടുകിട്ടി. സൂസി, എന്റെ പേരെന്നെ മനസ്സിലായി. നേരത്തെ മനസ്സിലായി. ഇതാണ് സൂസി. ഇപ്പോഴാ ഇത് ആദ്യമൊക്കെ മാറി ഒരു കമ്മായി. അതെ, ഒരു പ്രശ്നമുണ്ടോ? ഒന്ന് സംസാരിക്കണം. സാറേ, ഇവിടെ അതിനേക്കാളും വലിയൊരു പ്രശ്നമുണ്ട്. ഞാൻ അതൊന്ന് തീർക്കട്ടെ. അതെ, നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ തീർത്തോ. ഞാൻ എന്റെ പ്രശ്നം തീർത്തിട്ട് ഇന്ന് പോകുന്നുള്ളൂ. ഞാൻ ഇവിടെ നിൽക്കാം. എന്നാ സാറേ തലയ്ക്ക് തന്നെ പറ്റിയേ? നീ ആരാ? ഞാൻ ഇവിടുത്തെ അഞ്ജുന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. എന്നാലേ എന്റെ വീട്ടിൽ രാവിലെ വന്നൊരുത്തൻ കയറി ഭാര്യയെ പിടിക്കാൻ വന്നതാ. ചേച്ചിനെ ഞാൻ നല്ല ശ്രദ്ധിച്ചായിരുന്നു. വെളുത്തിട്ട് നല്ല. ഓ, ശ്രദ്ധിച്ചായിരുന്നല്ലേ? നമുക്കൊരു തീരുമാനമൊക്കെ. സാർ വാ. വന്നോളൂ. അങ്ങളെ അങ്ങളെ ഒന്ന് വരാം. എന്നാത്തിനാ? ഒരു അത്യാവശ്യമായിരുന്നു. എന്നെ അത്യാവശ്യം? പ്ലീസ് ആൻറ്റി, ഒന്ന് അങ്ങനെ അടുത്ത് വരാൻ പറയും. ആൻറ്റി വാ മനുഷ്യ, കൊച്ചൻ വിളിക്കുന്നില്ല. അളിയ ഒന്നൊന്ന്. ആ സാധനമുണ്ട്. കൊച്ചത്തിന് അത് എങ്ങോട്ടാന്ന് പറഞ്ഞില്ല. അവിടെ ഒരാള് കാണാൻ വന്നത്. പഴയ ബന്ധുക്കാരുമല്ലാണോ? നിങ്ങളെല്ലാവരും ഇനി വേറെ വല്ല ആലോചനയ്ക്ക് കൊണ്ടുപോകണം നടക്കുകയില്ല. എന്റെ മോനായിട്ട് ഫിക്സ് ആയി. അതുകൊണ്ടാ. അത്യാവശ്യമായിട്ട് ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആണോ? അതാരാ? എല്ലാവരും അതെ. അയ്യോ, ഇതെന്നാ പറ്റി? ആരാ തലക്കടിച്ചത്? സൂചിയെ കണ്ടില്ല കല്യാണത്തിന്. അതെ, സാറിന്റെ വീട്ടിൽ നിന്ന് രാവിലെ ആരോ ചേച്ചിനെ കയറി പിടിക്കാനായിട്ട് വന്നായിരുന്നു. സാറിന്റെ തലക്കിട്ടടിച്ച് ഇറങ്ങി ഓടിക്കൊണ്ട് ആരാന്ന് കണ്ടില്ല. നിക്ക്, ഞാൻ പറയാം. ആളെ കണ്ടില്ലെങ്കിലും ദൈവം ഉണ്ടല്ലോ. തൊണ്ടി മുതൽ കിട്ടിയിട്ടുണ്ട്. കണ്ടാലറിയാം ഏതോ ഫോറിൻകാരന്റെ. ഇതിന്റെ കാണാതെ പോയ ലില്ലിപ്പൂക്കളുള്ള നമ്മൾ എമിറേറ്റ്സ് മാളിൽ നിന്ന് തീരുമാനമായല്ലോ. നാണില്ല കളവാ ചേറ്റവാക്കാറങ്ങ. തന്റെ കല്യാണാലോചന വേണ്ട, ഒരു കോപ്പം വേണ്ട. പിന്നെ പോകാൻ നേരത്ത് തന്റെ ചെറുക്കനെ കൂടെ കൊണ്ടുപോയിക്കണം. എൻ്റെ അല്ലേ മോൻ. അത് വൃത്തിയായിട്ട മനുഷ്യൻ. എല്ലാ കാക്കയും കൊത്തിക്കൊണ്ടിട്ടതായിരിക്കും.